ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ബീഫ് പുലാവ് റെസിപ്പി നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരട്ടെ. 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണമാക്കിയ ബീഫായിരിക്കണം കേട്ടോ. അതിലേക്ക് എല്ലാ സ്പൈസസും ആഡ് ചെയ്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, കുരുമുളക്, പെരിഞ്ജീരകം, പിന്നെ ബേ ലീഫ്. ഇതിൽ നമ്മൾ ചെറിയ ജീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 2 ജീരകവും ഓരോ സ്പൂൺ വീതം രണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി അങ്ങനെ തന്നെ പൊട്ടിക്കാതെ ഇടണം. ഒരു സവാളയുടെ പകുതി, പിന്നെ 1.5 ടീസ്പൂൺ മല്ലി, പൊടിക്കാത്ത മല്ലി, പിന്നെ 2 പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടണം. പിന്നെ നമുക്ക് ബീഫ് സ്റ്റോക്ക് നല്ലോണം വേണം. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് 1 ഗ്ലാസ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഞാൻ സാധാരണ ബീഫ് വേവിക്കുമ്പോൾ 4 വിസിൽ ഹൈ ഫ്ലെയിമിൽ കേൾപ്പിക്കാറുണ്ട്. എന്നിട്ട് സിമ്മിൽ ഇട്ടിട്ട് 10 മിനിറ്റ് വെക്കും. അപ്പോൾ എനിക്ക് ബീഫ് റെഡിയായി കിട്ടാറുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ഒരു മീഡിയം സൈസിലെ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഞാനവിടെ അരി കഴുകി 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതവിടെ 20 മിനിറ്റ് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 2 മീഡിയം സൈസിലെ സവോള ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഗാർണിഷ് ചെയ്യാനും ബീഫിലേക്കും ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പോഴേക്കും ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ബീഫും സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ സ്റ്റോക്കും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്നോ, നമ്മൾ ആ ബീഫിൽ ഒരു വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടായില്ലേ, അതിനി തൊണ്ടൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ച് അതിൻ്റെ പേസ്റ്റ് മാത്രം എടുക്കണം കേട്ടോ. അതെനിക്ക് ഹസ്ബൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. ആൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ അത് ബീഫിലേക്ക് തന്നെ ഇട്ട് വെച്ച് ഇനി നമ്മൾ വെക്കാൻ ഉള്ള പാത്രം എടുത്ത് വെച്ചിട്ട് ഞാൻ സവാള വറുത്തതിൻ്റെ എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പൈസസ് പട്ട, ഗ്രാമ്പു, കുരുമുളക് അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇപ്പോൾ തക്കാളിയുടെ പേസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കണേ. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാറുള്ള എൻ്റെ ഹസ്ബൻഡിനാണ് കേട്ടോ. ആളിങ്ങനെ ഓരോ വീഡിയോസൊക്കെ കണ്ടിരുന്ന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അതെനിക്ക് ഷെയർ ചെയ്തിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരും കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അപ്പം തന്നെ ഉണ്ടാക്കാൻ എൻ്റെ ഒപ്പം കൂടാറുണ്ട്. അപ്പോൾ ആൾക്കും കുക്കിംഗ് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ രണ്ടുപേരും കൂടി ഇന്ന് നല്ല ജോളിയായിട്ട് തന്നെ കുക്ക് ചെയ്ത് പോവാം. അപ്പോൾ ഇത് എൻ്റെ തക്കാളിയൊക്കെ വായിന്ന് വന്നിട്ടുണ്ട്. ഇനി ബീഫ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫിൻ്റെ ഫുള്ള് നമ്മൾ ഇട്ട എല്ലാ സാധനവും അതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒരുമിച്ച്. ഞാൻ ഇവിടെ കാണിക്കുന്നത് 1/2 കിലോത്തിൻ്റെ ആട്ടോ. ബീഫ് 1/2 കിലോ ആണ് വാങ്ങിയിട്ടുണ്ടായത്, റൈസ് 1/2 കിലോ ആണ്. അതുകൊണ്ട് 1/2 കിലോത്തിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ സമയം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് രണ്ടും ഞാൻ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ ബീഫ് മിക്സായി വരുമ്പോഴേക്കും അതിലോട്ട് ബീഫിൻ്റെ സ്റ്റോക്ക് എനിക്കത് 1 കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 കപ്പ് ഞാൻ എക്സ്ട്രാ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിനപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് മൊത്തം 3 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പം അതിലേക്ക് ബീഫ് സ്റ്റോക്ക് 1 കപ്പും ബാക്കി 2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറന്നു പോയിട്ടുള്ള തൈര് ഞാൻ ഇപ്പോഴാണ് ആഡ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് തിളക്കണം. ഈ വെള്ളം അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള 2 കപ്പ് അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ഈ സമയത്ത് നോക്കിയിട്ടോളൂ കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ഇനി ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണേ. ആ ബീഫും റൈസും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി തന്നെ വരണം. അപ്പോൾ ഈ സമയം ഞാൻ അതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 or 3 ഒക്കെ ഇടാം, ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ടാണ്. ഞാൻ 1 ഇട്ട് കൊടുത്തിട്ടുള്ളത്, കാരണം ബീഫിൽ ഞാൻ 2 ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പേസ്റ്റ് ചെയ്തപ്പോഴും ഒരു പച്ചമുളക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എരിവ് ഇത്രയും ഓക്കെയാണ്. അപ്പോൾ വേണ്ടവർ ഇനിയും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ പച്ചമുളക്. എന്നിട്ട് അരി നന്നായി ഇനി തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ സിമ്മിലിട്ടിട്ട് ഇതങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മൂടി ഒരു 15 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കണം, സിമ്മിലിട്ടിട്ട് വെക്കണേ. 15 മിനിറ്റ് ഇനി തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ വെള്ളമൊക്കെ വറ്റി അരി കറക്റ്റ് വേവിലായിട്ടുണ്ട്. നല്ല സ്മെല്ലും വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് മല്ലിയിലയും തൂവി വറുത്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ആഡ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് എന്നിട്ട് ഞാൻ ഒന്നും കൂടി മൂടി
അവിടെ വെക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ടൈമിൽ പിന്നെ തുറക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ആ സവാളയുടെയും മല്ലിയിലയുടെയും ഫ്ലേവറും കൂടി അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഇത് പെരിഞ്ചീരകമൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടാവും എന്നൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് അതിന്റെ ഫ്ലേവറൊന്നും അത്ര ഇഷ്ടമില്ല കൊണ്ടാണ്. പക്ഷെ സംഭവം പൊട്ടിച്ച് കഴിക്കുന്ന സമയത്ത് ഭയങ്കര വെറൈറ്റി എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റും ആയിരുന്നു. കാരണം എപ്പോഴും നമ്മൾ ബീഫ്, മന്തി, ബിരിയാണി ഇതൊക്കെയല്ലേ കഴിക്കാറുള്ളത്. പക്ഷെ ഇതൊരു വെറൈറ്റി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും കഴിച്ചു നോക്കണം. എപ്പോഴും മന്തി കഴിച്ച് നടക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ. പക്ഷെ ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു തവണയെങ്കിലും. അങ്ങനത്തെ ഈ സംഭവം ഞാൻ കഴിക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മയണൈസും മന്തി സോസും കൂടി കൂട്ടിയാണ്ടോ വെച്ച്. അത് രണ്ടും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. ഇപ്പോൾ സംഭവം ബിരിയാണിന്നും മന്തിന്നും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഇഷ്ടമാവുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. ഞങ്ങളിത് എന്തായാലും ഒരു തവണ കൂടി ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കണേ കേട്ടോ എന്നോട് അവിടെ ഇരുന്നു. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.